ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആയിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ശക്തമായിട്ടുള്ള മഴ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമൊക്കെ പലർക്കും ഉണ്ടായിരിക്കും. എങ്കിലും നമുക്ക് ഇത്രയും പേർക്കായിട്ട് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പിന്നെയും കടന്നു വരികയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 8-9 വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ താൻ പറയുന്നത് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ എന്ന് തന്നെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്ന ആ ഒരു വിശേഷണം, അത് വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തെ ആധാരമാക്കി നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. എന്താണ് ആ പ്രയോഗത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രാധാന്യം എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. അപ്പം അങ്ങനെ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ആ പൗലോസ് പറയുകയാണ്, എനിക്ക് എന്താണ് ദൈവം ഈ കൃപ നൽകിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇവിടെ കൃപ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുവാനായിട്ടുള്ളൊരു പ്രത്യേക കഴിവ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുവാനായിട്ടുള്ളൊരു പ്രത്യേക ദൈവത്തിൻ്റെ ഒരു അധികാരം, അതാണ് അവിടെ കൃപ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ കൃപ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പോസ്തലന് നൽകിയിരിക്കുന്നു എന്ന് നമ്മളിവിടെ വായിച്ചു. എന്തിനാണ് ഈ കൃപ നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ 8-9 വാക്യങ്ങളിലായിട്ട് അപ്പോസ്തലൻ ദൈവം തനിക്ക് ആ കൃപ നൽകിയതിൻ്റെ പുറകിലെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ് എന്ന് അവിടെ പറയുന്നുണ്ട്. 8-ാം വാക്യത്തിൽ പറയുകയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ. അപ്പം ഒന്നാമത് ദൈവം തനിക്ക് കൃപ കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ താൻ പ്രസംഗിക്കുവാനായിട്ട്, പ്രസംഗിക്കുക. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് പ്രസംഗിക്കുക, 2 പഠിപ്പിക്കുക. ഈ 2 പദങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 15-ാം വാക്യത്തിൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പോൾ അവിടെ പ്രസംഗിക്കുക എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടീച്ച് ദം എന്നുള്ള വാക്കാണ്, പഠിപ്പിക്കുക എന്നുള്ള വാക്കാണ്. അപ്പം പ്രസംഗിക്കുക, പ്രീച്ച് ചെയ്യുക, ടീച്ച് ചെയ്യുക, പ്രസംഗിക്കുക, പഠിപ്പിക്കുക, ഈ 2 വാക്കുകൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ 2 വ്യത്യാസങ്ങളാണ് ഉള്ളത്. ബൈബിളിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ 2 വ്യത്യാസങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന്, സഭയ്ക്ക് പുറത്ത്
പുറത്ത് ആണ് പ്രസംഗം നടക്കേണ്ടത്, സഭയ്ക്കകത്ത് ഉപദേശം അല്ലെങ്കിൽ പഠിപ്പിക്കലാണ് നടക്കേണ്ടത്, ടീച്ചിങ് ആണ് നടക്കേണ്ടത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് പുറത്തും പ്രസംഗം, അകത്തും പ്രസംഗം. ഇതായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സഭകളുടെയും ദൈവമക്കളുടെയും അല്ലെങ്കിൽ വിശ്വാസികളുടെ ഗുണത്തിന്, ജീവിത ഗുണനിലവാരത്തിന് വളർച്ച അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ആത്മീക വളർച്ച ഉണ്ടാകാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് സഭയ്ക്കകത്തും പ്രസംഗം മാത്രമാണ് നടക്കുന്നത്. പക്ഷെ കർത്താവും വേദപുസ്തകവും പറയുമ്പോൾ പ്രസംഗിക്കേണ്ടത് സഭയ്ക്ക് പുറത്താണ്. സഭയ്ക്കകത്തേക്ക് വരുമ്പോൾ അവിടെ പ്രസംഗമല്ല വേണ്ടത്, ഉപദേശം അല്ലെങ്കിൽ പ്രീച്ചിങ് അല്ല വേണ്ടത്, ടീച്ചിങ് ആണ് വേണ്ടത്, പഠിപ്പിക്കുകയാണ് സഭയ്ക്കകത്ത് നടക്കേണ്ടത്. ഇത് ഇന്ന് സഭകളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. കാരണം ഞായറാഴ്ച സഭായോഗത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രസംഗമാണ് കേൾക്കുന്നത്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും പ്രസംഗമാണ് കേൾക്കുന്നത്, ഇടയ്ക്ക് എന്തെങ്കിലും യോഗങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം പ്രസംഗമാണ് കേൾക്കുന്നത്. പഠിപ്പിക്കുക എന്നൊരു പരിപാടി നമ്മുടെ സഭകൾക്കകത്തുനിന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സഭകളിലും വിശ്വാസികളിലും നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ടും കഴിയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ വ്യത്യാസം, പ്രസംഗം സഭയ്ക്ക് പുറത്താണ് നടക്കുന്നത്, സഭയ്ക്കകത്ത് ഒരിക്കലും പ്രസംഗിക്കുകയല്ല ചെയ്യേണ്ടത്, സഭയ്ക്കകത്ത് പഠിപ്പിക്കുകയാണ് വേണ്ടത്, ടീച്ചിങ് ആണ്, ഉപദേശമാണ് സഭയ്ക്കകത്ത് നടക്കേണ്ടത്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, സഭയ്ക്ക് പുറത്ത് പ്രസംഗിക്കുമ്പോൾ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്. സുവിശേഷം പ്രസംഗിക്കുക ചെയ്യേണ്ടത്, മറ്റൊന്നുമല്ല പ്രസംഗിക്കേണ്ടത്, സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്. എന്താണ് സുവിശേഷം? സകല മനുഷ്യരും പാപികളാണെന്നും നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ഫലങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനായിട്ട് കഴിയുകയില്ലെന്നും മനുഷ്യൻ്റെ ആ നിസ്സഹായാവസ്ഥയിൽ മനുഷ്യനോട് കരുണ തോന്നിയ ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നും യേശു ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു, ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയും നിത്യജീവനും ലഭിക്കും എന്നുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതാണ് പുറത്ത് പ്രസംഗിക്കപ്പെടേണ്ടത്. പക്ഷെ പലപ്പോഴും ഇന്ന് സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കപ്പെടുന്നതും മറ്റെന്തൊക്കെയൊക്കെയാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം അത് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇനിയും അതിലേക്ക് പോകുന്നില്ല. സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കപ്പെടുന്നതും മറ്റെന്തൊക്കെയൊക്കെയാണ്. എന്നാൽ സഭയ്ക്കകത്ത് നമ്മൾ ചെയ്യുന്നത് അവിടെ പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഉപദേശമാണ് നടക്കേണ്ടത്. അത് ബൈബിൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും സഭയ്ക്കകത്ത് പ്രസംഗിക്കുകയല്ല വേണ്ടത്, ബൈബിൾ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പം ഇതാണ് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇവിടെ പൗലോസ് പറയുകയാണ്, എനിക്ക് പ്രസംഗിക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. എവിടെ പ്രസംഗിക്കുവാൻ? സഭയ്ക്കകത്തല്ല, സഭയ്ക്ക് പുറത്താണ് പ്രസംഗം നടക്കേണ്ടത്. എന്ത് പ്രസംഗിക്കണം? സുവിശേഷം പ്രസംഗിക്കണം. അപ്പം എല്ലാവരിലും ഏറ്റവും ചെറിയവനായ, എല്ലാ വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ പൗലോസിന് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കൃപ ലഭിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ സ്വന്തം ശക്തിയിലോ സ്വന്തം കഴിവിലോ സ്വന്തം ജ്ഞാനത്തിലോ ആശ്രയിച്ചുകൊണ്ട് നമുക്കൊരിക്കലും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ അപ്പോസ്തലൻ പറയാം, ഞാൻ ഏറ്റവും ചെറിയവനാണ്, പക്ഷേ എനിക്ക് പ്രസംഗിക്കുവാനുള്ള കഴിവ്, സുവിശേഷം പ്രസംഗിക്കാനുള്ള കഴിവ്, ആ കൃപ ആരാ നൽകിയത്? അത് ദൈവമാണ് എനിക്ക് നൽകിയത്. ദൈവം നൽകിയ ആ കൃപയാണത്. അപ്പം താൻ പ്രസംഗിക്കുവാനായിട്ട് ഉള്ള കൃപ തനിക്ക് ലഭിച്ചു. എവിടെ പ്രസംഗിക്കുവാൻ? അവിടെ പറയുന്നു, ജാതികളോട് പ്രസംഗിക്കുവാൻ, വിജാതീയരോട് പ്രസംഗിക്കുവാൻ.
ഈ എഫേസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിലേക്ക് കയറിയപ്പോൾ മുതൽ നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യനെ മുഴുവൻ, മനുഷ്യജാതിയെ മുഴുവൻ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, യഹൂദന്മാരും വിജാതീയരും. അപ്പം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ടുള്ള കൃപ ലഭിച്ചു. ആരോട് പ്രസംഗിക്കുവാൻ? വിജാതീയരോട് പ്രസംഗിക്കുവാൻ. യഹൂദന്മാരോടല്ല, വിജാതീയരോട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കൃപ അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ചു എന്ന് നമ്മളിവിടെ വായിക്കുകയാണ്. അപ്പം ഈ കൃപ സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ് ലഭിച്ചത്, വിജാതീയരോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ് തനിക്കിത് ലഭിച്ചത്. നോക്കിക്കേ, ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോൾ ഇവിടെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുക, 15 വായിക്കുമ്പോൾ വായിക്കുക, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം. അപ്പം അപ്പോസ്തലനായ പൗലോസിനെ ഈ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ദൈവം എപ്പോഴാണ് വേർതിരിച്ചത്? തൻ്റെ ജനനം മുതൽ വേർതിരിച്ചു. അപ്പോൾ താൻ ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിന് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. എന്താണ്? ഇവൻ സുവിശേഷം പ്രസംഗിക്കണം. ആരോട്? ജാതികളുടെ ഇടയിൽ. എങ്ങനെയാണ് വായിക്കുന്നത്? എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതാണ്. അപ്പം വിജാതിയരുടെ ഇടയിൽ ദൈവപുത്രനായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പം അപ്പോസ്തലനായ പൗലോസിനെ ദൈവം അവന് കൃപ കൊടുത്തു. എന്തിന്? പ്രസംഗിക്കേണ്ടതിന്. എന്ത് പ്രസംഗിക്കേണ്ടതിന്? തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്. എവിടെ പ്രസംഗിക്കേണ്ടതിന്? വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കേണ്ടതിന്. എന്നിട്ട് പറയുക, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദത്താലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് ചെയ്യുന്നത്. തൻ്റെ ലേഖനങ്ങളിലൊക്കെ താൻ തുടക്കത്തിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്, ദൈവേഷ്ടത്താൽ അപ്പോസ്തലനായ പൗലോസ് എന്ന്. അപ്പോൾ ഇവിടെയും പറയുന്നത് ദൈവത്തിന് അത് ചെയ്യാനായിട്ട് പ്രസാദം തോന്നി, ദൈവത്തിന് ഇഷ്ടം തോന്നി. ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ് ഞാൻ ഈ വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടുള്ള ഈ ശുശ്രൂഷ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അവിടെ പറയുന്നത്. ഇനി അതേ ഗലാത്യ ലേഖനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പം 1-ാം അധ്യായത്തിൽ പറഞ്ഞത് ഈ ദൈവം തന്നെ വിളിച്ചപ്പോൾ താൻ മനുഷ്യരോടോ അപ്പോസ്തലന്മാരോടോ ഒന്നും ആലോചന ചോദിക്കാതെ താൻ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് താൻ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് അവിടെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിളി നമ്മുടെ മേലുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ ആരുടെയും പെർമിഷന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാം അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. എന്നാൽ 2-ാം അധ്യായം, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വന്നപ്പോൾ തനിക്ക് അപ്പോസ്തലന്മാരുടെ ഒരു അംഗീകാരം ലഭിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെ? അവിടെ വായിക്കുന്നു, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട്
പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിൽ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കരം തന്നു. നോക്കൂ, ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവം അവനെ വിളിച്ചപ്പോൾ അവൻ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോവുകയോ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഒരു അംഗീകാരം ലഭിക്കാനായിട്ട് താൻ ശ്രമിക്കുകയോ ചെയ്യാതെ ദൈവം എന്തിനു വേണ്ടി തന്നെ വിളിച്ചോ അത് വിശ്വസ്തയോടെ ചെയ്യാനായിട്ട് താൻ ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ ഏകദേശം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, എത്ര വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ്? കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു 14 ആണ്ട് കഴിഞ്ഞിട്ട്, 14 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 14 വർഷം ആരുടെയും അംഗീകാരമില്ലാതെ ദൈവം തന്നെ വിളിച്ചു എന്നുള്ള ഒറ്റ ബോധ്യത്തിൽ അവൻ ശുശ്രൂഷ ചെയ്യുക. എന്നാൽ 16 വർഷം കഴിഞ്ഞപ്പോഴാണ് അപ്പോസ്തലന്മാർക്ക്, അതായത് യെരുസലേമിലെ സഭയ്ക്കും അപ്പോസ്തലന്മാർക്കും ബോധ്യമായതെന്ത്? പത്രോസിനെ യഹൂദന്മാരുടെ ഇടയിലെ അപ്പോസ്തലനായിട്ട് വേർതിരിച്ച അതേ ദൈവം ഈ പൗലോസിനെ വിജാതിയരുടെ അപ്പോസ്തലനായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള സത്യം യെരുസലേമിലെ സഭയ്ക്കും മറ്റപ്പോസ്തലന്മാർക്കും ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞത് 14 വർഷത്തെ തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ്. നോക്കിക്കേ, 14 വർഷത്തെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അതൊരു ദീർഘകാലയളവാണ്. അത്ര കാലവും ആരുടെയും അംഗീകാരമില്ലാതെ, ആരുടെയും അംഗീകാരം കാക്ഷിക്കാതെ, ആരുടെയും സഹായമില്ലാതെ, ആരുടെയും അംഗീകാരമോ ആരുടെയും ശുപാർശയോ ഇല്ലാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ ആരുടെയൊക്കെയൊക്കെ അംഗീകാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. പലരും എന്നോട് പറയാറുണ്ട്, കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഞാൻ പറയും ശരി, ചെയ്യാം. അവർ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി അവർ നിൽക്കുക, ആ പ്രസ്ഥാനത്തിൻ്റെ അംഗീകാരം കിട്ടിയിട്ട് വേണം ചെയ്യാനെന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ്. അപ്പോൾ ദൈവം അവരെ വിളിച്ചു എന്നുള്ളത് അവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് മതിയായിട്ടുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നില്ല. അവരേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കുക. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആരുടെയും അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ ഞാൻ അത് ചെയ്യാനായിട്ട് ഇറങ്ങി. നീണ്ട 14 വർഷങ്ങൾ ഞാൻ ഒറ്റയ്ക്കത് ചെയ്തു. 14 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എന്നാൽ അങ്ങനെ മനസ്സിലായപ്പോൾ നമ്മൾ വായിക്കുന്നു, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണം ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട്. ഇപ്പം 2 കാര്യങ്ങൾ യെരുസലേമിലെ സഭയ്ക്കും അപ്പോസ്തലന്മാർക്കും മനസ്സിലായി. ഒന്ന്, പത്രോസിനെ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷഘോഷണം ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ പൗലോസിനെ വിജാതിയരുടെ ഇടയിൽ സുവിശേഷഘോഷണം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. 2, പൗലോസിന് ലഭിച്ച കൃപ അവർക്ക് മനസ്സിലായി. ഇത് രണ്ടും മനസ്സിലായപ്പോൾ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന കേഫാവും യാക്കോബും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷഘോഷണം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കരം തന്നു. അപ്പോൾ 14 വർഷം ഒറ്റയ്ക്ക് ശുശ്രൂഷിച്ച പൗലോസ് അതിനുശേഷം സഭ അവനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സഭ അവനെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് അവൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമല്ല. സഭ അംഗീകരിക്കുന്നതിന് മുമ്പും അതിനുശേഷവും അവൻ ചെയ്യുന്ന ശുശ്രൂഷ ഒന്ന് തന്നെയാണ്. അത് ദൈവം അവനെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. അപ്പം ഇവിടെയും വായിക്കുന്നത് അപ്പോസ്തലനെ വിജാതിയരുടെ ഇടയിൽ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നിയമിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 1-8 വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിക്കാം. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. 1 തിമോഥെയോസ് 2:7. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്?
തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി, ഏത് സാക്ഷ്യത്തിന്? യേശു എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്തു എന്നാണ് അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളിൽ പറയുന്നത്. ആ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി, ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലൻ പറയുക, ഞാനീ പറയുന്നത് ഭോഷ്കല്ല, നുണയല്ല, സത്യമാണ് പറയുന്നത്. എന്താണ് ഈ സാക്ഷ്യം? യേശുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷം അത് ജാതികളുടെ ഇടയിൽ ഉപദേശിക്കുവാൻ, പഠിപ്പിക്കുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കുവാൻ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. സോ ആ നിയമനം ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. ഇനി 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം പൗലോസ് പറയുന്നത്, ആ സുവിശേഷം വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടേണ്ടതിന് ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സുവിശേഷം വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടേണ്ടതിന് ദൈവം തന്നെ നിയമിച്ചിരിക്കുന്നു. അപ്പം എഫേസ് ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തെ നമ്മൾ വായിച്ചതാണ്. 8-ാം വാക്യത്തിൽ, എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കൃപ ലഭിച്ചു. അപ്പം എന്താണ് പൗലോസ് പ്രസംഗിക്കുന്നത്? അവിടെ പറയുന്നു, ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ. അപ്രമേയ ധനം എന്താ? അപ്രമേയ ധനം എന്ന് പറയുന്നത്, അപ്രമേയ ധനം എന്ന് പറഞ്ഞാൽ, പ്രമേയം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതിനെയാണ്, സെർച്ചബിൾ, അതിനെയാണ് പ്രമേയം എന്ന് പറയുന്നത്. അപ്രമേയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അൺസെർച്ചബിൾ, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് കഴിയാത്ത, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് കഴിയാത്ത ക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച് പ്രസംഗിക്കുക. നോക്കിക്കേ, ഈ ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യേശുവുമായിട്ട് ബന്ധത്തിലേക്ക് വരുന്നതിന് മുൻപ് ഉള്ള നമ്മുടെ ജീവിതം ഒന്ന് എടുത്തു വച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? രക്ഷിക്കപ്പെടാനായിട്ട്, ദൈവസഭയിലേക്ക് വരാൻ, ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരാൻ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ യോഗ്യതയെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? ഇല്ല. അത് മുഴുവൻ ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം അത്ര വലിയ കൃപ, നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്ര കൃപ, നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയാത്തത്ര വലിയ കൃപ, അതാ കർത്താവ് കാണിച്ചത്. ഇനി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പത്തെ കാര്യം നോക്കണ്ട, രക്ഷിക്കപ്പെട്ടിട്ട് നോക്കിയേ, എത്ര വർഷമായി നമ്മൾ സഭയിൽ വിശ്വാസത്തിൽ നിൽക്കുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജീവിത രീതി വെച്ചും നമുക്കൊരിക്കലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാനായിട്ടുള്ള യാതൊരു യോഗ്യതയുമില്ല. അന്നും യോഗ്യത ഉണ്ടായിരുന്നില്ല, ഇന്നും നമുക്ക് യോഗ്യതയില്ല. പിന്നെ അന്നും ഇന്നും നാം നിൽക്കുന്നത് അവൻ്റെ കൃപയാലാണ്. എത്ര വർഷമായി? എനിക്ക് 57 വയസ്സായി. ഈ 57 വർഷങ്ങൾ, ഞാൻ രക്ഷിക്കപ്പെട്ടത് 1988. അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം 37 വർഷങ്ങളായി. ഈ 37 വർഷങ്ങൾ നോക്കിക്കേ, അത് എനിക്കൊരു യോഗ്യതയുമില്ലായിരുന്നു. പക്ഷേ കർത്താവിനെ നിർത്തിയതാണ്, കർത്താവ് നമ്മെ നിർത്തിയതാണ്. അത്ര വലിയ കൃപ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, 57 വർഷമൊക്കെ ഒരു മനുഷ്യനെ സഹിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമോ? നമ്മളൊരു 4-5 പ്രാവശ്യമൊക്കെ കഴിയുമ്പോഴേക്ക് നമ്മൾ പറയും നമ്മുടെ ക്ഷമയ്ക്കൊരു അതിരുണ്ടെന്ന് പറയും. പിന്നെയും നമുക്കൊരു വ്യക്തിയെ സഹിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവം, ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ദൈവം 57 വർഷമായിട്ട് തന്നെ സഹിക്കുകയാണ്. 57 വർഷമായിട്ട്.
ഈ അബ്രഹാമിനെ കുറിച്ച് പറയുന്നൊരു കഥയുണ്ട്. അബ്രഹാം അതിഥി സൽക്കാര പ്രിയനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ കൂടാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വഴിപോക്കനായിട്ടുള്ള ഒരു മനുഷ്യൻ, അവൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രാത്രി വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പം രാത്രി മരത്തിൻ്റെ ചുവട്ടില്ലെങ്കിൽ പുറത്ത് വിശ്രമിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥയ്ക്കും സാഹചര്യത്തിനും ഒക്കെ സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് അബ്രഹാം ആ മനുഷ്യനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആ വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഏകദേശം 40-40 വയസ്സെങ്ങാണ്ട് പ്രായമുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ്. അപ്പം അദ്ദേഹം ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഈ വ്യക്തിയെ വീട്ടിൽ സ്വീകരിച്ചതിന് ശേഷം അബ്രഹാം പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം അബ്രഹാം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ഈ മനുഷ്യൻ അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ പ്രാർത്ഥനയെയും ആ ദൈവത്തെയും ഈ മനുഷ്യൻ കളിയാക്കി സംസാരിച്ചു. അപ്പം അബ്രഹാമിനെ കളിയാക്കിയത് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ ദൈവത്തെ കളിയാക്കിയത് അബ്രഹാമിനെ സഹിക്കാനായിട്ട് പറ്റിയില്ല. അബ്രഹാമിന് ദേഷ്യം വന്നു. അദ്ദേഹം ആ മനുഷ്യനെ വീട്ടിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അബ്രഹാം ഉറങ്ങാനായിട്ട് കിടന്നപ്പോൾ, ആ കഥ ഇങ്ങനെയാണ് പറയുന്നത്, അബ്രഹാം ഉറങ്ങാനായിട്ട് കിടന്നപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അബ്രഹാമിനോട് ചോദിച്ചു, നിൻ്റെ അടുക്കൽ ഇന്ന് രാത്രി വന്ന ആ മനുഷ്യനെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ദൈവമേ, ഞാൻ അയാളെ ഇറക്കി വിട്ടു. ദൈവം ചോദിച്ചു, എന്തിനാ ഇറക്കി വിട്ടത്? അബ്രഹാം പറഞ്ഞു, ആ മനുഷ്യൻ നിന്നെ, അതായത് എൻ്റെ ദൈവത്തെ ആ മനുഷ്യൻ കളിയാക്കി. അതെനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ദൈവത്തെ കളിയാക്കുന്നത് എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. ഉടനെ ദൈവം അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ അയാളെ സഹിക്കുക, നിനക്കൊരു രാത്രി അയാളെ സഹിക്കാനായിട്ട് കഴിഞ്ഞില്ലേ? നോക്കിക്കേ, ദൈവം ചോദിക്കുക, കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഞാൻ സഹിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് ഒരു രാത്രി അയാളെ സഹിക്കാനായിട്ട് കഴിഞ്ഞില്ലേ എന്ന് അബ്രഹാമിനോട് ചോദിക്കുക. അബ്രഹാം ഉടനെ എഴുന്നേറ്റ് ആ മനുഷ്യനെ അന്വേഷിച്ചു പോയി അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാണ് ആ കഥ അവസാനിക്കുന്നത്. അത് കഥയോ സംഭവമോ എന്തുമാകട്ടെ, പക്ഷെ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം നമ്മളെയൊക്കെ എത്ര കാലമായിട്ട് സഹിക്കുന്നു എന്നോർത്ത് നോക്കിക്കേ. നമുക്ക് പലപ്പോഴും കുറച്ച് സമയം പോലും സഹിക്കാനായിട്ട് കഴിയുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ദൈവം കഴിഞ്ഞ 57 വർഷമായിട്ട് എന്നെ സഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുന്നതൊക്കെ ദൈവം സഹിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദാറ്റ് അൺസർച്ചബിൾ റിച്ചസ് ഓഫ് ഗ്രേസ്. ആ ക്രിസ്തുവിൻ്റെ കൃപയുടെ അപ്രമേയ ധനം. അതാ. ഹല്ലേലൂയ. നോക്കിക്കേ, നമ്മുടെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളാതെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. അവൻ നമ്മളെ സഹിക്കുകയാണ്. റോമലേഖനത്തിൽ പറയുന്നുണ്ട്, നാശയോഗ്യമായ കോപപാത്രങ്ങൾ അവൻ ദീർഘക്ഷമയോടെ സഹിച്ചെന്ന്. അങ്ങനെ സഹിക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപ, അതാ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം. നോക്കിക്കേ, എഫേസ്യ ലേഖനം തന്നെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണത്. 7-8 വാക്യങ്ങൾ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച് കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. നമ്മൾ ഈ വാക്യം വിശദമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അതിക്രമങ്ങളുടെ മോചനം അവൻ നമുക്ക് നൽകുവാനായിട്ട്
അവൻ്റെ കൃപയുടെ ധനം അവന് ധാരാളമായിട്ട് ചെലവഴിക്കേണ്ടി വന്നു. അതാണ് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത് തന്നെയാണ്. എന്താണ്? അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. നോക്കിക്കേ, ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം. ഏത് മർമ്മം? നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഈ മർമ്മം എന്ന് പറയുന്നത് വിജാതീയരെയും യഹൂദരെയും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർത്ത് അവരെ ദൈവവുമായിട്ട് ഒന്നാക്കി ചേർക്കുന്ന ആ മർമ്മം, അതിൻ്റെ മഹിമാധനം ഇന്നതെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പം ഈയൊരു ദൈവിക മർമ്മം അത് വിജാതീയരെയും ദൈവവുമായിട്ട് ബന്ധമില്ലാതിരുന്ന വിജാതീയരെയും ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടും യഥാർത്ഥമായ ബന്ധമില്ലാതിരുന്ന യഹൂദന്മാരെയും ഒന്നാക്കി ചേർത്ത് അവർക്ക് ദൈവവുമായിട്ട് യഥാർത്ഥമായ ബന്ധം കൊടുത്തു എന്നുള്ളതാണ് ഈ മർമ്മം. ആ മർമ്മം, ആ ബന്ധം നമുക്ക് നൽകാനായിട്ട് അതിൻ്റെ പുറകിലൊരു മഹിമാധനം ദൈവം കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് കൊലോസ്യത്തിൽ പറയുക, ആ മർമ്മത്തെക്കുറിച്ച് പറയുക, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ ക്രിസ്തു നിങ്ങളിൽ, നിങ്ങൾ ക്രിസ്തുവിൽ. എഫേസ്യത്തിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ക്രിസ്തു നിങ്ങളിലും നിങ്ങൾ ക്രിസ്തുവിലും. അതാണ് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ബന്ധത്തിൻ്റെ, അതിനുവേണ്ടി ക്രിസ്തു കാണിച്ച ആ മഹിമാധനം, അതേക്കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം അപ്പോസ്തലനായ പൗലോസിന് കൃപ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, ദൈവം അപ്പോസ്തലന് കൃപ കൊടുത്തു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ അപ്പോസ്തലന് ദൈവം കൃപ കൊടുത്തു. എന്തിന്? ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുവാനായിട്ട്. അതേ വിളി നമ്മുടെ മേലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ദൈവം നമ്മയും ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളവും പോയി സകല സൃഷ്ടികളോടും ഈ സുവിശേഷം പ്രസംഗിക്കാനാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ ഒരു ദൗത്യം നമ്മുടെ മേലും ദൈവം തന്നിട്ടുണ്ട്. ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മൾ പലപ്പോഴും ഒഴികഴിവ് പറഞ്ഞ് മാറുന്നവരല്ലേ, എക്സ്ക്യൂസുകൾ പറഞ്ഞ് മാറുന്നവരല്ലേ. ഇന്ന് രാത്രി നമുക്കൊന്ന് തീരുമാനിക്കാമോ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപ, സകല കഴിവുകളും സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന്. ഫിലിപ്പ് ലേഖനത്തിൽ താൻ പറഞ്ഞു, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന്. വാട്ട് എവർ മേ ബി ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക്, വിസ്തൃതിക്ക് വേണ്ടി ആയിത്തീരണം എന്നൊരു തീരുമാനമെടുക്കുവാൻ നമുക്ക് കഴിയുമോ? ഇവിടെ ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ 9-ാം വാക്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിൽ നമ്മൾ പറഞ്ഞത് ഇതാണ്, അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൃപ കൊടുത്തു. എന്തിന്? വിജാതിയരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ അവൻ അപ്പോസ്തലനെ വിളിച്ചു. അവനത് നിർവഹിക്കുകയും ചെയ്തു. നാം എന്ത് ചെയ്യുന്നു? ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ നാം എന്ത് ചെയ്യുന്നു? നമുക്കുള്ള കഴിവ് ചെറുതായിരിക്കാം, വലുതായിരിക്കാം, എന്തുമാകട്ടെ, ആരുടെയെങ്കിലും അംഗീകാരത്തിനാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ദൈവമാണ് നിങ്ങൾക്ക് ഈ കൃപ നൽകിയത്.
ദൈവം മാത്രമാണ് നിങ്ങൾക്ക് ഈ കൃപ നൽകിയത്. ആരുടെയും അംഗീകാരം നമുക്ക് ആവശ്യമില്ല. അംഗീകാരം വരേണ്ടപ്പോൾ ദൈവം അത് നമുക്ക് നൽകും. ഇല്ലെങ്കിലും നമുക്കത് ചെയ്യാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.